Subi, go push her, man. What is this? No, I don't want to touch this person, man. ഈ വക കഞ്ചാവിനൊന്നും പിടിച്ചു കെട്ടാൻ നാട്ടിൽ ആരും ഇല്ലേ? ഇല്ലേ, ആരും ഇല്ലേ? നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ നിങ്ങളുടെ സർവന്റോ? ഞങ്ങളുടെ കയ്യിൽ കൊണ്ടിട്ടോളാം. ഇത് നിങ്ങളുടെ സംസ്ഥാനമാണോ? വെളച്ചിലെ കൈ വെച്ചിട്ടോ കേട്ടോ. Have you booked this place for your people to sit here? Have you booked it? There is no booking for lobby because സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ചേച്ചി ഏതോ വേറെ മൂഡിലാട്ടോ. എന്തോ MDMA കഞ്ചാവോ എന്തോ മൂത്ത സാധനം അടിച്ചെന്തോ ഉണ്ട്. ഈ സംഭവം നടന്നത് ബാംഗ്ലൂരാണ്. അതായത് ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റിൽ അവിടുത്തെ കുറച്ച് കുട്ടികൾ എല്ലാവരും കൂടെ ഒരു പൂക്കളുണ്ടാക്കി. കുറച്ച് ദിവസം മുമ്പത്തെ കാര്യം കേട്ടത്. പൂക്കളുണ്ടാക്കി അത് ഒരു മലയാളി തന്നെയാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൻ്റെ താഴെ വന്ന കമൻ്റ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും, സുഡാപ്പി ആയിരിക്കും, കമ്മിയായിരിക്കും, കൊങ്ങിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ മാറ്റി നിർത്ത്. ഇത് കമ്മിയാണോ കൊങ്ങിയാണോ സുഡാപ്പിയാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അതായത് ഇത്ര നല്ല രീതിയിൽ നല്ല രസമായിട്ടൊരു പൂക്കളിട്ടിട്ട് അതിൻ്റെ മേലെ വന്ന് തരികിട കളിക്കാൻ ഈ സാധനത്തിൽ തോന്നുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മിക്കവാറും എന്തോ അടിച്ച് കയറ്റി ബോധമല്ലാണ്ട് വൃത്തികെട്ട ആ ഒരു ചെറ്റ മൈൻഡോട് കൂടി ചെയ്തതായിരിക്കും. വേറെ ഒന്നുമല്ല, അത്രയും ഭംഗിയായിട്ടൊരു പൂക്കളൊക്കെ അങ്ങനെ വന്ന് അതിൻ്റെ മേലെ കിടന്നിട്ട് ഇമ്മാരി കളി കളിക്കാൻ അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവളൊരു എന്താ പറയുക, അവളൊരു അതാണ്. ഏതായാലും മൊത്തം വീഡിയോ നിങ്ങൾ കാണും. CCTV वर्क हो रहा है ना? मैडम वहाँ पे CCTV है, इसलिए पड़ा। देखिए सुनील, तुम्हारी बीवी की तरह हर किसी को वीडियो में शूट मत करो। तुम्हारी बीवी वो काम का मेरा वीडियो शूट मत करो विदाउट माय अप्रूवल। दैट कुड बी How can you stand in front of us without our approval? When we have done the work, you cannot stand in front of our approval. You cannot open in front of your house, not in the common area. No, I will not come below. അതെ ഞാൻ വെച്ചു. പച്ചവെള്ളം ഇനി വെക്കണ്ട, പച്ചവെള്ളം മതി. ഇനി കാല് മാറ്റൂ. ചെയ്യും എന്താ ചെയ്യും. നിങ്ങൾക്ക് നല്ല ചെയ്യണം ചെയ്യും. മാക്സിമം എന്താ ചെയ്യും നിങ്ങൾ? അതെ, നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ സെലിബ്രേറ്റ് ആണോ? പ്ലീസ് മൂവ്. What will happen? Let me see what is the Constitution of India saying. This is the bylaw, and as per the bylaw, this is not for putting any പൂക്കളം here. നിങ്ങളുടെ തോന്നുന്ന നിങ്ങളെ കാണിക്ക്. ഞങ്ങൾക്ക് നിങ്ങളുടെ തമിഴ്നാട്ടിൽ സമയമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ പെരുമാറുമ്പോൾ നിങ്ങൾ പെരുമാറില്ല. നിങ്ങളുടെ ബിഹേവ് ലൈക്ക് എ യു ഡു. കൈൻഡ്ലി സ്റ്റെപ്പ് ഔട്ട്. വിളിക്കുന്നില്ല, എല്ലാവരും വിളിക്കും. നമുക്ക് കിട്ടും ഇതിന്റെ വീഡിയോ CCTV ക്ലിയർ ആയി കിട്ടും. ഞങ്ങൾക്ക് എവിടെ ഇടണം ഞങ്ങൾ വിളിച്ച് കാണിച്ച് അപ്പാർട്ട്മെന്റ് നിന്നവർക്ക് എല്ലാവർക്കും കാണിക്കും. കാണിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്താ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് ഇല്ല വിനോദ്, I know what you I want. എന്ത് ചെയ്തു? സോഫ ഇവിടെ അങ്ങനെ ഇട്ടോന്നേ. അല്ലേ പൂക്കളം വീട്ടിൽ കൊണ്ടുവന്നിടന്നേ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ നിങ്ങളുടെ സർവന്റോ? ഞങ്ങളുടെ കയ്യിൽ കൊണ്ടിട്ടോളാം. ഇത് നിങ്ങളുടെ സംസ്ഥാനമാണോ? വെളച്ചിലെ കൈ വെച്ചിട്ടോ കേട്ടോ. Have you booked this place for your people to sit here? Have you booked it? There is no booking for lobby because then you don't tell us where to put wait. And I have booking from 1 to 4. No, you go sit now then. Go sit inside. We are okay. We will give you the party hall at 1 o'clock. Go sit there. Go sit there. You can't use this place in the morning. No, Every morning I want my sofa to be. Yeah, hello. It is not your sofa. It is association. Ask them to come and put it back. Ask them to do that. Association. You like an association. You go ask them. Okay, you come and do this. I will remove it right away. What you will do remove it right away. We will show where you have to. Oh, you show. Yeah. Just make sure that all whatever how much of an apartment you have, everything is there. Subi, go push her, man. What is this? No, I don't want to touch this person, man. That's it. ഇങ്ങനെയുണ്ട്. ഇതാണ് അവസ്ഥ. നമ്മുടെ മലയാളിയാ, നമ്മുടെ എന്താ പറയുക, ഈ സാക്ഷരത മൂത്ത ഏതോ ഒരു ചെറ്റ മലയാളിയാണ് ഈ സാധനം എന്ന് മനസ്സിലാക്കാം. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പം കുറേ പേര് സപ്പോർട്ട് ചെയ്ത് വരുമായിരിക്കും കേട്ടോ.
എന്തിൻ്റെ പേരിലാണെങ്കിലും അവർ മാനസിക രോഗി ആയിക്കോട്ടെ, അവർ ഭ്രാന്തത്തെ ആയിക്കോട്ടെ, പൊട്ടത്തെ ആയിക്കോട്ടെ, വട്ടത്തെ ആയിക്കോട്ടെ, ഏത് മൂത്ത നൊസ് പിടിച്ച സാധനം ആയിക്കോട്ടെ, പക്ഷേ ഇത് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിനെ പിടിച്ച് കെട്ടാൻ പറ്റുന്ന ആരെങ്കിലും അതിൻ്റെ വീട്ടിൽ വേണം. ഇമ്മാതിരി സാധനങ്ങൾ ഉണ്ടെങ്കിൽ ചങ്ങലൊക്കെ ഇടണം. ഇങ്ങനെ പുറത്തോട്ട് അയച്ചു വിടാൻ പാടില്ല. അതൊരു മലയാളി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ, നമ്മുടെ സംസ്കാരങ്ങൾ അറിയാത്ത, നമ്മുടെ കാര്യങ്ങളെ അറിയാത്ത ഏതോ നാട്ടുകാരി വന്ന് ചെയ്തെങ്കിൽ നമ്മൾ അതിനെ വേറെ രീതിയിലോട്ട് എടുക്കണം. അതല്ലാണ്ട് നമ്മുടെ സംസ്കാരവും കാര്യങ്ങളും എല്ലാം അറിയാം, ഒരു മലയാളി വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ചങ്ങല കിട്ടേ പറ്റൂ. ഇനി അതല്ല, അത് മൂത്ത് അത് അടിക്കുന്ന വല്ല സാധനങ്ങൾ, വല്ല ഇടുക്കി ഗോൾഡോ, അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള മറ്റേ നീലച്ചടയനോ, അതല്ലെങ്കിൽ വല്ല കൂണോ MDMA ഇനിയിപ്പം സ്റ്റാമ്പോ എന്താണെന്നറിയില്ല, കെമിക്കൽ എന്താ നമുക്കറിയില്ല. അപ്പം അതാണ് അടിക്കുന്നതെങ്കിൽ അത് അടിച്ച് വീട്ടിലിരിക്കണം. പുറത്ത് വന്നിട്ട് ഒരു പൊതുശല്യമായിട്ട് മാറാൻ പാടില്ല ഇങ്ങനത്തെ സാധനങ്ങൾ. അത് ബാംഗ്ലൂർ ആണെങ്കിലും വേണ്ടില്ല, ഏത് നാട്ടിലാണെങ്കിലും വേണ്ടില്ല. അത്രയും പേര് അവരോട് അത് സ്റ്റോപ്പ് ചെയ്യരുത് പറഞ്ഞിട്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട് അവിടെ വന്ന് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇമ്മാതിരി സാധനങ്ങളെ, ഇതിന് കേസുണ്ടോയെന്ന് നമുക്കറിയില്ല കേട്ടോ. അത് കേസാണോ, കേസാക്കാൻ പറ്റുന്നൊരു കാര്യമാണോ എന്തോ അറിഞ്ഞൂടാ. എന്തിൻ്റെ പേരിലാണെങ്കിലും പൂട്ടണം. 4 എണ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് 4 ദിവസം ജയിലിൽ കൊണ്ടുവന്ന് കിട്ടേക്കുക. അപ്പം താനേ ബോധം വരും. ഇപ്പം നമ്മൾ വേറെ വല്ല ബോധത്തിലുമാണ് ചെയ്തതെങ്കിൽ അപ്പം നമുക്ക് നോർമലി ബോധങ്ങളൊക്കെ പുറത്തോട്ട് വരും. 4 ദിവസം സാധനങ്ങൾ കിട്ടാണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. എനിക്ക് തോന്നുന്നില്ല ഇതിന് എന്താ പറയുക, പ്രാന്താണ്, അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക വൃത്തികെട്ട ഒരു ഭ്രാന്ത് പിടിച്ചൊരു സാധനം തോന്നില്ല. അതിൻ്റെ ഒരു വൃത്തികെട്ട മൈൻഡിൽ നിന്ന് എന്തോ തോന്നിയതായിരിക്കും. അതിന് സുഡാപ്പി ആണെങ്കിലും വേണ്ടില്ല, സംഖ്യ ആണെങ്കിലും വേണ്ടില്ല, കൊങ്ങിയാണെങ്കിലും വേണ്ടില്ല, കമ്മിയാണെങ്കിലും വേണ്ടില്ല, ഇനി ഒരു തനി മനുഷ്യനാണെങ്കിലും വേണ്ടില്ല. കൊടുക്കേണ്ടതൊക്കെ സ്പോട്ടിൽ കൊടുത്തിരിക്കണം. അതല്ല എന്നുള്ള അഭിപ്രായം ഉണ്ട്. ഒരു പറയട്ടോ, എന്താ പറയുക, എല്ലാത്തിനും അമ്മനെ തല്ലിയാലും അഭിപ്രായം രണ്ടാണല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്.